കോൺഗ്രസിൻ്റെ നിലപാടുകൾ ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കുന്ന ഘട്ടത്തിൽ നിലമ്പൂരിൽ ഒരു ബാധ്യതയായി മുസ്ലിം ലീഗിന് മാറുന്നുണ്ടോ എന്നുള്ളതാണ്. അതിൽ പഴയ ചില കാര്യത്തിലേക്ക് ജയിക്ക് നിങ്ങളെ കൊണ്ടുപോയി. അവിടെ തൊട്ടിങ്ങനെ കോൺഗ്രസുമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെന്നാണ് നിലപാടിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. അത് താങ്കൾക്ക് വേണമെങ്കിൽ അത് ഒഴിവാക്കി ഇപ്പോഴത്തെ കാര്യത്തിലേക്ക് വരാം. താങ്കൾക്ക് മറുപടി ഇല്ലയെന്ന് അദ്ദേഹം കരുതിക്കോട്ടെ. രണ്ടാമത് മലപ്പുറം സംവാദത്തിൻ്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാം. അവിടെയും മുസ്ലിം ലീഗിന് വലിയ പ്രശ്നങ്ങളുണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. കോൺഗ്രസ് എടുത്ത മലപ്പുറം ജില്ലയുടെ ഉൽപ്പത്തി കാലഘട്ടത്തിൽ എടുത്ത നിലപാട് വിമർശിക്കപ്പെടുകയാണ്. അതാണ് മറുപടി പറയേണ്ടത് മുസ്ലിം ലീഗ്. ഇപ്പോൾ ഞാനൊരു ചോദ്യം നിങ്ങളോട് അങ്ങോട്ട് ചോദിക്കട്ടെ. CPM-ൻ്റെ പ്രതിനിധി സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് എത്ര ഫ്ലോയിൽ എന്ത് മനോഹരമായ ഒരു മൈക്കിൽ പ്രഭാഷണം നടത്താനുള്ള അവസരം കൊടുത്തു. എന്നാൽ എൻ്റെ അടുത്ത് ഞാനൊരു കാര്യം പറഞ്ഞിട്ട് തുറക്കുമ്പോഴത്തേന് ഇടപെടാം. അപ്പോൾ അതായത് അപ്പുറത്ത് CPM പ്രതിനിധി സംസാരിക്കുമ്പോൾ ഞാൻ ഇടപെടില്ല. നിങ്ങളെ പ്രതികരിക്കുമ്പോൾ നിങ്ങളിങ്ങനെ ഫ്ലോയിൽ ഇങ്ങനെ വരുമ്പോൾ ഇടയിലാണ്ട് കയറി ഇടപെടുക. അപ്പോൾ കൂടുതൽ സമയമാണ് ഇവിടെ സ്പോയിലാകുന്നത്. മലപ്പുറവുമായി ബന്ധപ്പെട്ടൊക്കെ ചരിത്രമാണ്. മലപ്പുറം ജില്ലാ രൂപീകരണത്തെ ആ കാലത്ത് കോൺഗ്രസ് എതിർത്തു. സത്യമല്ലേ? അന്ന് TK ഹംസയും ആര്യാടൻ മാത്രമല്ല, മലപ്പുറം ജില്ലാ വിരുദ്ധ ജാഥയിൽ TK ഹംസ ഉണ്ട്. ആ TK ഹംസ ഇന്ന് നിങ്ങളെ കൊടുത്തില്ല. നിങ്ങൾ ഈ കാരണത്താൽ അന്ന് മലപ്പുറം ജില്ലാ വിരുദ്ധ സമരം നടത്തിയതിൽ മുൻനിരയിൽ നിന്ന വ്യക്തി എന്ന നിലക്ക് ഇന്ന് TK ഹംസ നിങ്ങൾ ഓർത്താക്കോ? നിങ്ങൾക്ക് അതിന് കഴിയുമോ? എന്ത് വർത്തനായി പറയണം. പിന്നെ മലപ്പുറം ജില്ല 1968 സ്ഥാപിക്കുന്ന സമയത്ത് അത് വളരെ സ്മൂത്തായി എണ്ണയിൽ നിന്ന് നൂല് പോലെ കിട്ടിയതാണ് മലപ്പുറം ജില്ലയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും എന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ഇല്ലിക്കെട്ടിൻ്റെ അകത്തുനിന്ന് പഞ്ഞിക്കെട്ട് എടുക്കുന്നത് പോലെയാണ് എടുത്തത്. അതറിയണമെന്നുണ്ടെങ്കിൽ ഗൗരിയമ്മയുടെ ആത്മകഥ ഒന്ന് എടുത്ത് വായിക്കണം. ഞങ്ങൾ നേരെ ചൊവ്വേ കൊടുത്തല്ല, മലപ്പുറം ജില്ലയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും എടുത്ത് കൊണ്ടുപോയി തട്ടിപ്പറിച്ച് കൊണ്ടുപോവുകയായിരുന്നു എന്നാണ് ഗൗരിയമ്മ പറഞ്ഞ്. അന്ന് ഗൗരിയമ്മ ആരാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം. മാത്രമല്ല, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സ്റ്റോൺ ലേയിങ് ഫൗണ്ടേഷൻ ചടങ്ങ് മാത്രം എടുത്ത് നോക്കിയാൽ മതി. ഞാൻ ജേക്കബ് ജോർജ് സാറിനോട് ചോദിക്കട്ടെ, ഒരു സർവകലാശാലക്കൊക്കെ തറക്കല്ലിടൽ ആരാണ്? ഒന്നൊക്കെ രാഷ്ട്രപതി, അല്ലെങ്കിൽ ഉപരാഷ്ട്രപതി, അല്ലെങ്കിൽ പ്രധാനമന്ത്രി, അതല്ലെങ്കിൽ ഗവർണർ. ഹി ഹാസ് ദ ചാൻസലർ ഓഫ് യൂണിവേഴ്സിറ്റി ആ നിലക്ക്. പക്ഷേ ഈ 1968 EMS മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് തറക്കല്ലിടുന്ന ആരാ? ഒരു സ്റ്റേറ്റിലെ വിദ്യാഭ്യാസ മന്ത്രി. ഒരു പക്ഷേ ഇന്ത്യയിൽ ഒരു വിദ്യാഭ്യാസ മന്ത്രി ഒരു സർവകലാശാലയ്ക്ക് തറക്കല്ലിട്ടുണ്ടെങ്കിൽ ഇത് ആദ്യത്തെ സംഭവം. മലപ്പുറം ജില്ലക്കാരനായ മുഖ്യമന്ത്രിയാണ് നാട്ടിലുള്ളത്. അന്ന് അദ്ദേഹം മലപ്പുറം ജില്ലയിലുണ്ട്. എന്നിട്ട് പോലും മുഖ്യമന്ത്രിയായ EMS ആ തറക്കല്ലൽ ചടങ്ങിന് വന്നില്ല. മറ്റൊരു നേതാവുണ്ടായിരുന്നു. ആരാ? മണ്ണാർക്കാട് നിന്ന് അന്ന് ജയിച്ചു വന്ന EK എംപിച്ചിവാവ. അദ്ദേഹം കുണ്ടോട്ടിയിലെ PW റെസ്റ്റ് ഹൗസിലുണ്ട്. തൻ്റെ സ്വന്തം ജില്ലയിൽ ഒരു സർവകലാശാല വന്നോ? എന്തായിരുന്നു? അവർക്ക് ഒരു വിമ്മിഷ്ടം ഉണ്ടായിരുന്നു. ഇതൊക്കെ പോട്ടെ, മലപ്പുറം ജില്ലയുടെ 50-ാം വാർഷിക ചടങ്ങ് രാഷ്ട്രപതി വന്നുകൊണ്ട് നടത്തി മലപ്പുറം ജില്ലയിൽ. അക്കാലത്ത് മലപ്പുറം ജില്ല കൊടുത്ത മുഖ്യമന്ത്രി എന്ന നിലക്ക് EMS-നെ പോയി ക്ഷണിച്ചു. EMS ആ പരിപാടിക്ക് ഞാൻ വരില്ല എന്ന് പറഞ്ഞു. വന്നാൽ മലപ്പുറം ജില്ല നൽകിയത് തെറ്റായിപ്പോയി എന്ന ഒരുപാട് പരിവേദനകളാണ് അദ്ദേഹം പിന്നീട് പലയിടത്തും നടത്തിയത്. അപ്പം മലപ്പുറം ജില്ലാ രൂപീകരണത്തെ കോൺഗ്രസ് എതിർത്തിരുന്നു. എന്നാൽ കോൺഗ്രസിൻ്റെ എതിർപ്പ് എന്നത് ചരിത്രമാണ്. അന്നത്തെ കോൺഗ്രസ്സുകാരൊക്കെ എതിർത്തിട്ട് ആ കോൺഗ്രസ്സുകാരിൽ കുറേ എണ്ണം നിങ്ങൾ കൂടുതലെത്തിയാണ്. ശരി, ആ ഐറ്റങ്ങളൊക്കെ കാര്യത്തിൽ രാഷ്ട്രീയ ഭാവി എന്ത് ചെയ്യുന്നത് നിങ്ങൾ പറയണം. അതോടൊപ്പം മലപ്പുറം ജില്ല വാങ്ങുന്നതിൽ മുസ്ലിം ലീഗ് എന്ത് ചെയ്തിട്ടുണ്ട്? മുസ്ലിം ലീഗ് അതിൻ്റെ രാഷ്ട്രീയ പവർ വളരെ കൃത്യമായി ഉപയോഗിക്കും. അതിന് വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ഞങ്ങൾക്ക്. അത് ശരിയാണ്.